നമസ്കാരം. ഇന്നത്തെ 10 പ്രധാന വാർത്തകളിലേക്ക്. തിരുവോണത്തിന്റെ വരവറിയിച്ച് ഇന്ന് അത്തം. ഓണത്തെ വരവേൽക്കാനുള്ള ഒരുക്കത്തിലാണ് ലോകമെങ്ങുമുള്ള മലയാളികൾ. മലയാളികളുടെ ദേശീയ ഉത്സവമായ ഓണത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് തൃപ്പൂണിത്തുറയിൽ വർണ്ണാഭമായ അത്തച്ചമയ ഘോഷയാത്ര നടന്നു. നാടൻ കലാരൂപങ്ങളും നിശ്ചല ദൃശ്യങ്ങളും അണിനിരന്നുകൊണ്ടുള്ള വർണ്ണാഭമായ ഘോഷയാത്രയാണ് തൃപ്പൂണിത്തുറയിൽ നടന്നത്. തൃപ്പൂണിത്തുറയിലെ അത്തം നഗറിൽ സ്പീക്കർ AN ഷംസീർ നിലവിളക്ക് കൊളുത്തി അത്തച്ചമയ ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശമുള്ളവർക്കെതിരെ ക്രിമിനൽ നടപടി ആവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. മൊഴി നൽകിയവർക്ക് പ്രയാസമുണ്ടായ സാഹചര്യത്തിൽ കോടതി ഇടപെട്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് ആവശ്യം. മുൻ MLA ജോസഫ് M പുതുശ്ശേരിയാണ് കോടതിയെ സമീപിച്ചത്. മലയാള സിനിമാ സെറ്റുകളിലെ കാരവൻ ഉടമകളുടെ യോഗം ഇന്ന് കൊച്ചിയിൽ. പുരാവസ്തു തട്ടിപ്പ് നടത്തിയ മോൻസൺ മാവുങ്കലുമായി ബന്ധപ്പെട്ട വഞ്ചന കേസിൽ സസ്പെൻഷനിലായിരുന്ന IG ലക്ഷ്മണയെ സർവീസിൽ തിരിച്ചെടുത്തു. പുനർനിയമനം ട്രെയിനിംഗ് വിഭാഗം IG ആയി. കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ച സാഹചര്യത്തിലാണ് ലക്ഷ്മണയെ തിരിച്ചെടുത്തത്. മുൻ SP സുജിത് ദാസ്, DYSP VV ബെന്നി, CI വിനോദ് എന്നിവർക്കെതിരെ ആരോപണവുമായി വീട്ടമ്മ. സുജിത് ദാസും വിനോദ് കുമാറും ബലാത്സംഗം ചെയ്തുവെന്ന വീട്ടമ്മ മാധ്യമങ്ങളോട് പറഞ്ഞു. സംഭവം പുറത്തു പറയരുതെന്ന് സുജിത് ദാസ് ഭീഷണിപ്പെടുത്തി. മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്റെ അങ്കിളാണെന്ന് പറഞ്ഞു. പിന്നീട് വീണ്ടും പീഡിപ്പിച്ചു. അന്ന് കസ്റ്റംസ് ഉദ്യോഗസ്ഥനെന്ന് പരിചയപ്പെടുത്തിയ ഒരാൾക്ക് കൂടി കാഴ്ചവെക്കാൻ ശ്രമിച്ചുവെന്നും പരാതിക്കാരി ആരോപിച്ചു. മലയാള സിനിമയിൽ നിരവധി സ്ത്രീകൾക്ക് മോശം അനുഭവമുണ്ടായതായി താൻ കേട്ടിട്ടുണ്ടെന്ന് നടിയും മുൻ MP-യുമായ സുമലത. എല്ലാ ഇൻഡസ്ട്രികളിലും പവർ ഗ്രൂപ്പുകൾ ഉണ്ടെന്നും നടി. സിനിമയിൽ സ്ത്രീ സുരക്ഷ ഉറപ്പാക്കണമെന്നും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അത് ഗൗരവത്തോടെ എടുക്കണമെന്നും സുമലത. നടൻ നിവിൻ പോളിക്കെതിരെയുള്ള പീഡനാരോപണത്തിൽ പ്രതികരണവുമായി സംവിധായകനും നടനുമായ വിനീത് ശ്രീനിവാസൻ. പീഡനം നടന്നുവെന്ന് പറയുന്ന ദിവസം നിവിൻ തന്റെ കൂടെയായിരുന്നുവെന്ന് വിനീത്. തനിക്കെതിരായ അന്വേഷണത്തിൽ വിചിത്ര കത്തുമായി ADGP MR അജിത് കുമാർ. അന്വേഷണം നടത്തുന്ന സംഘത്തിലെ IG-യും DIG-യും തന്നെ റിപ്പോർട്ട് ചെയ്യേണ്ടതില്ലെന്ന് ADGP. സർക്കാരിനെയും DGP-യെയും മറികടന്നാണ് ADGP-യുടെ കത്ത്. PV അൻവർ MLA നൽകിയ പരാതി CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന് ചർച്ച ചെയ്യും. ഛത്രപതി ശിവജിയുടെ പ്രതിമ തകർന്നു വീണ സംഭവത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ആക്രമണം കടുപ്പിച്ച ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. ശിവജിയെ അപമാനിക്കുന്ന സംഭവമാണ് ഉണ്ടായതെന്നും മഹാരാഷ്ട്രയിലെ ജനങ്ങളോട് നരേന്ദ്രമോദി മാപ്പ് പറയണമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. ഋഷി സുനകിന്റെ പിൻഗാമിയാകാനുള്ള പ്രീതിയുടെ നീക്കങ്ങൾക്ക് തിരിച്ചടി. കൺസർവേറ്റീവ് പാർട്ടിയുടെ ലീഡർ സ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ ആദ്യ റൗണ്ടിൽ തന്നെ ഇന്ത്യൻ വംശജയായ പ്രീതി പട്ടേൽ പുറത്തായി. മുൻ ഹോം സെക്രട്ടറിയും പാർട്ടിയിലെ മുതിർന്ന ഏഷ്യൻ മുഖവുമായ പ്രീതി പട്ടേലിന് MP-മാർക്കിടയിൽ നടത്തിയ വോട്ടെടുപ്പിൽ ആദ്യ റൗണ്ടിൽ ലഭിച്ചത് 14 വോട്ടുകൾ. 12 ദിവസം നീളുന്ന തെക്കുകിഴക്കൻ ഏഷ്യൻ സന്ദർശനത്തിനെത്തിയ മാർപ്പാപ്പയ്ക്ക് ജക്കാർത്തയിൽ പ്രൗഢഗംഭീരമായ സ്വീകരണം. മോസ്കിൽ നടന്ന സർവ്വമത സംഗമത്തിൽ മാർപ്പാപ്പ അധ്യക്ഷത വഹിച്ചു. സമാധാനം കാത്തു സൂക്ഷിക്കുവാൻ മാർപ്പാപ്പയുടെ ആഹ്വാനം. മെഡൽ നേട്ടങ്ങളിലെ സർവകലാ റെക്കോർഡുകൾ പിന്നിട്ട് പാരാലിമ്പിക്സിൽ സ്വപ്ന കുതിപ്പുമായി ഇന്ത്യ. മെഡലുകളുടെ എണ്ണത്തിൽ 1/4 സെഞ്ചുറി തികച്ച ഇന്ത്യൻ കായിക താരങ്ങൾ. കരിയറിൽ 900 ഗോളുകൾ എന്ന ചരിത്ര നേട്ടം കുറിച്ച പോർച്ചുഗീസ് സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ. ഇതോടെ ഇന്നത്തെ 10 പ്രധാന വാർത്തകൾ ഇവിടെ പൂർണ്ണമാകും. ആനന്ദ് TV മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സൗജന്യമായി ആസ്വദിക്കും.